പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന, കാണുന്ന, അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രൂശ് എടുത്ത് അനുഗമിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കവനോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. പ്രേ, PRAY, അതിൻ്റെ അക്രോസ്റ്റിക്ക് ഞാനൊന്ന് പറയട്ടെ. കാരണം ആസ് യു ബിഗിൻ യുവർ ജേർണി ഇൻ പ്രയർ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. P സ്റ്റാൻഡ്സ് ഫോർ പ്രേസ്. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കീ പില്ലർ, ഏറ്റവും പ്രധാനപ്പെട്ട തൂൺ ഏതായിരിക്കണമെന്നറിയാമോ? പ്രേസ്. അതായത് നമ്മൾ അവനെ സ്തുതിക്കുമ്പോൾ വാക്കുകളിൽ കൂടിയും പാട്ടുകളിൽ കൂടിയും ഒക്കെ നാം അവനെ അക്നോളജ് ചെയ്യുക. പ്രൈസ് ഗോഡ്. R സ്റ്റാൻഡ്സ് ഫോർ റിപ്പൻറ്റൻസ്. അതായത് മനം തിരിഞ്ഞു വരിക, മനസ്സാന്തരപ്പെടുക. ദർ മസ്റ്റ് ബി എ ടൈം സ്പെൻഡ് ഇൻ റിപ്പൻറ്റൻസ്, ടേണിങ് അവേ ഫ്രം സിൻ. ഏതെങ്കിലും തെറ്റിനെക്കുറിച്ചൊക്കെ ബോധ്യം വന്നാൽ അതിൽ നിന്ന് ഒന്ന് മനം തിരിയുക. A സ്റ്റാൻഡ്സ് ഫോർ ആസ്കിങ്. കുഞ്ഞെ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നീ എന്ത് യാചിച്ചാലും അവൻ നിനക്ക് ഉത്തരം തരും. നീ യേശുവിൻ്റെ നാമത്തിൽ യാചിച്ചാൽ പിതാവ് ഉത്തരം തന്നിരിക്കും. അതുകൊണ്ട് A സ്റ്റാൻഡ്സ് ഫോർ ആസ്ക്. Y സ്റ്റാൻഡ്സ് ഫോർ yielding yourself wholeheartedly to God, who speaks to you through the power of the word and the spirit. ആത്മാവിലും വചനത്തിൻ്റെ ശക്തിയിലും നിന്നോട് പൂർണ്ണ ഹിതത്തിനനുസരിച്ചുള്ള ഒരു സംസാരിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് പറ്റുമോ? പറ്റണം ദൈവവൈതലേ, പറ്റണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാപങ്ങളൊക്കെ ഏറ്റു പറയണം, ദൈവത്തോട് കരുണ ചോദിക്കണം. പാപത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് പോലും കർത്താവെ ഒന്ന് മാറ്റിത്തരണമെന്ന് പറയണം. ഹല്ലേലൂയ. അനേകർ റിപ്പൻറ്റൻസിലേക്ക് കണ്ണുനീരൊഴുക്കി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ബിഹേവിയറിനൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? നമ്മൾ കൺഫസ് ചെയ്തിട്ട് ഒരു ചേഞ്ചിലേക്ക് വരണം ദൈവപൈതലേ. എപ്പോഴും വചനത്തെ നീ കൂടെ കരുതിക്കൊള്ളുക. നിൻ്റെ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഫ്രീ ടൈം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തെടുക്കും? മൊബൈൽ എടുത്തോണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കുമല്ലേ? ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുമ്പോഴും, ഏതെങ്കിലും ഒരു വെയിറ്റിംഗ് റൂമിലിരിക്കുമ്പോഴും, ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പോഴും, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നീ ബ്രേക്ക് എടുക്കുമ്പോഴും നിൻ്റെ റീഡിങ് പ്ലാന് ഒന്ന് നോക്കിയാൽ അല്പമെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നിനക്ക് സാധിക്കും. നിൻ്റെ സ്വന്തം റൂട്ടീൻ നീ ഫോളോ ചെയ്തു, നിൻ്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നീ ചെയ്തു. പക്ഷെ മനസ്സിലാക്കണമേ, ദൈവത്തെ എൻജോയ് ചെയ്യാനും ദൈവത്തെ മനസ്സിലാക്കി പഠിക്കാനും ഒക്കെയുള്ളൊരു ഗൈഡായത്. ഡിസ്ട്രാക്ഷൻസ് വന്നാൽ ബൈബിൾ റീഡിങ്ങിനെയും പ്രയർ ടൈമിനെയും ഒക്കെ അത് അഫക്റ്റ് ചെയ്യും. ഞാൻ പറയാം, കൺസിസ്റ്റൻസി വളരെ ക്രൂഷ്യലാണ്. നമ്മുടെ ജീവിതകാലം ദൈവത്തോട് ചേർന്ന് ജയത്തോടെ ജീവിച്ചു പോകണമെങ്കിൽ നാം ശ്രമിച്ചേ പറ്റൂ. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു സ്ഥലം കണ്ടുപിടിച്ച്, നിന്നെ ആരും ശല്യപ്പെടുത്തത്തില്ല എന്ന് പറയുന്നൊരു സ്ഥലം കണ്ടുപിടിച്ച്, പ്രൈസ് ഗോഡ്, ആ ഡിവൈൻ ഹെവനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ തക്കണം. സ്വർഗത്തോളം എത്തുന്നൊരു കോവണി വെക്കുവാനൊരു സ്ഥലം കണ്ടെത്തണം കുഞ്ഞേ. ഇറ്റ് ഷുഡ് ബി എ പ്ലേസ് ഓഫ് പീസ് ആൻഡ് ക്വൈറ്റ്. അങ്ങനെ ഒരു സ്ഥലമായിരിക്കണം. ഹല്ലേലൂയ. നാം ഒരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവർ. ഹല്ലേലൂയ. നമ്മുടെ ടീച്ചർമാർ അല്ലേ, ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കുന്നവരുണ്ടല്ലോ, നമ്മുടെ പാസ്റ്റർ, നമ്മുടെ സ്പിരിച്വൽ മെൻറ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ചേർച്ചിൽ നാം ട്രസ്റ്റ് ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ടല്ലോ, വിശ്വാസത്തിൽ മുതിർന്ന മച്യൂറായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഹല്ലേലൂയ.
അവരെയൊക്കെ നീ കരുതേണ്ടത് ആവശ്യമാണ്, ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നീ വായിക്കുന്നതും നീ ഏതൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണെന്നുള്ളതൊക്കെ നീ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരുടെയും ആത്മീയ വർധനയ്ക്ക് കാരണമാകും. നിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ധൈര്യവും ഒരു ഡിസിപ്ലിനും ഒരു കൺസിസ്റ്റൻസിയും ഒക്കെ അതിൻ്റെ ഒരു അന്തരീക്ഷം നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നിൻ്റെ ജീവിതത്തിന് തന്നെ പല ഏരിയാസിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ എല്ലാം ഒന്നും നമുക്ക് വീട്ടിൽ നിൽക്കുന്ന മെയ്ഡിനോട് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. കണ്ടോ ദൈവം ഇങ്ങനെ ചെയ്തു, കണ്ടോ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം അവരും അത് കാണുന്ന വിഷയങ്ങളായിരിക്കും. അവർക്കും ഈ ജീവനുള്ള ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ കുഞ്ഞെ നിനക്ക് കഴിയണം. അവർ രക്ഷിക്കപ്പെട്ട് ആത്മീയമായിട്ടങ്ങ് പുഷ്ടിപ്പെട്ടു എന്നുള്ളതല്ല, വചനം വിതയ്ക്കുന്നതിൻ്റെ ഉപമയൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാമല്ലോ. നമ്മുടെ ക്വയറ്റ് ടൈമിൽ ചിലപ്പോൾ ചിലരെ ദൈവം നമ്മുടെ മനസ്സിലേക്ക് കാണിച്ചു തരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ നിനക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. മടി കളയണം, ലേസിനെസ് കളയണം, ലീഗലിസം കളയണം. മടി വന്നാൽ നാം നമ്മുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എല്ലാം ഉഴപ്പിക്കളയും. ജഡത്തിലൊരിക്കലും നാം ആയിത്തീരരുത്. അതിനൊക്കെ തടസ്സങ്ങളൊക്കെ മാറ്റുവാൻ തക്കവണ്ണം ഒരു സ്പിരിച്വൽ ഡിസിപ്ലിന് നാം അവകാശികളായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയണം. പ്രൈസ് ഗോഡ്. നമ്മൾ നോക്കുമ്പോൾ യാക്കോബ് 1:19 ഇങ്ങനെ പറയുന്നു. ജെയിംസ് ചാപ്റ്റർ 1:19, പ്രിയമുള്ളവരെ, നിങ്ങളതറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സംസാരിക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. സാക്രിഫൈസ് കഴിക്കുന്നതിന് മുമ്പ്, ഓഫറിങ് അർപ്പിക്കുന്നതിന് മുമ്പൊക്കെ നാം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറയുന്നത് നാം കേൾക്കണം. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടാണ്, ഒരു ഡിസിപ്ലിനാണ്, അതൊരു നെസസിറ്റിയാണ്. ലിസണിങ് നമുക്കറിയാമല്ലോ. IELTSന് റൈറ്റിങ്ങും സ്പീക്കിങ്ങും റീഡിങ്ങും മാത്രമല്ല, ലിസണിങ്ങുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ലിസൺ ചെയ്യണമെന്ന് പറയുന്നത്? കാരണം വിലയുള്ള കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുവാൻ തക്കവണ്ണമുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. കുഞ്ഞെ, നിനക്കത് കേൾക്കണ്ടേ? എന്നിട്ട് നമ്മൾ പഠിക്കണം, ലേൺ ചെയ്യണം. ഒരു നല്ല ലിസണർക്ക് മാത്രമേ ലേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ലേൺ ചെയ്യുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനും പറ്റും. അതിൻ്റെ റിസൾട്ട് റെസ്റ്റാണ്, വിശ്രമമാണ്, ആശ്രയം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് റെസ്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കർത്താവ് മീൻ ചെയ്തത് പീസാണ്, സമാധാനമാണ്. ലോകം തരുന്ന സമാധാനമല്ല ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത്. കാരണം നമ്മൾ ലേൺ ചെയ്യുന്നത് എന്തുവാ? ദൈവം നമ്മളെ പഠിപ്പിച്ച വിലയുള്ള മൂല്യമുള്ള നിധി പോലത്തെ സംഗതികളാണ്. അത് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ആഗ്രഹമില്ലേ ദൈവവേദലേ? നമ്മുടെ സ്വന്തം ഹൃദയത്തെയും ചിന്തകളെയും മനസ്സിലേക്ക് കയറി വരുന്ന ചിന്തകളുണ്ടല്ലോ, അതിനെയൊക്കെ നാം ഒന്ന് വിലയിരുത്തണം. എന്നിട്ട് നാം എങ്ങനെ ദൈവത്തോട് കൂടെ നടക്കണം എന്നുള്ളത് മനസ്സിലാക്കി നടക്കണം. അത് ദൈവത്തിൻ്റെ പരിജ്ഞാനം അവൻ നമുക്ക് തരുമ്പോഴേ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിൻ്റെ നടത്തിപ്പ് അതിനാവശ്യമാണ്. മറ്റുള്ളവരുടെ കൗൺസിൽ അതിനാവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നേച്ചറിന് വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അല്ലെ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മൾ ലീഡ് ചെയ്യത്തില്ല. അറിയാമോ? പ്രൈസ് ഗോഡ്. ലീഡ് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വിളി നാം മനസ്സിലാക്കണം. അവൻ സംസാരിക്കുമ്പോഴാണ് നാം അത് മനസ്സിലാക്കുന്നത്. നമുക്ക് പലപ്പോഴും അങ്ങ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ലിസൺ ചെയ്യുന്നതിന് മുമ്പ്, ലേൺ ചെയ്യുന്നതിനും ഒക്കെ മുമ്പ്.
എന്നാൽ നമ്മുടെ സ്വന്തം ജീവിതത്തെ വിലയിരുത്തി എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മിനിസ്ട്രിയിലും ഒക്കെ ചില സമയങ്ങൾ വരും when we hold nothing back. താഴ്മയോടെ നടത്തപ്പെടട്ടെ ദൈവപൈതലേ. ഒരു ശക്തിയും നിന്നെ അതിൽ നിന്ന് തടയുവാനിടയാകരുത്. ദൈവത്തിൻ്റെ ആ ലീഡർഷിപ്പ് ഉണ്ടല്ലോ, അത് വേറൊരു വ്യത്യസ്തമായ സ്റ്റാൻഡേർഡിലാണ് താൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സെർവ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനും മറ്റുള്ളവരെ, മിനിസ്ട്രിയിലുള്ള മറ്റുള്ളവരെ സെർവ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനും എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട്. ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ പിതാവാം ദൈവത്തിൻ്റെ ലീഡർഷിപ്പ് അതൊക്കെ ബിൽഡ് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മെക്കുറിച്ച് കർത്താവ് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ പേർപ്പസിനനുസരിച്ച് നമുക്ക് മുന്നേറുവാൻ കഴിയും. വി ലിസൺ, വി ലേൺ, വി ലീഡ്, വി വാക്ക് വിത്ത് ഗോഡ് ഫോർ എ ലൈഫ് ടൈം ആൻഡ് മാനിഫെസ്റ്റ് ക്രൈസ്റ്റ് ടു ദ വേൾഡ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ക്രിസ്തുവിനെ ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കത്തക്ക വിധത്തിൽ ജീവിപ്പാൻ, കേൾക്കുന്ന വചനങ്ങളൊക്കെ അനുസരിപ്പാൻ, അത് ഞങ്ങൾക്ക് ഉപകാരമായി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.